കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനി അതൊന്നും ഓർക്കാനും പറയാനും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെയൊക്കെ ബേസിൽ ഇന്ന് ആളുകൾ 2K കിഡ്സിനെ വല്ലാണ്ട് കുറ്റം പറയുന്നതായിട്ട് കണ്ടു. 2K കിഡ്സ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളിലാണ് മക്കളൊക്കെ ഇന്ന് മുഴുകിയിട്ടുള്ളത്. പക്ഷേ നമ്മളവരെ കുറ്റം പറയുമ്പോൾ അത് അവരുടെ മാത്രം കുറ്റാണോ എന്നുള്ളത് കൂടി, അവരുടെ മാത്രം പോരായ്മ കൊണ്ടാണോ അവരങ്ങനെ ആയത് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന മോശം പാരന്റിങ്ങിന്റെ ഫലമാണ്. ഞാനും ഒരു പാരന്റാണ്. ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു മോശം പാരന്റിങ്ങിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ മക്കൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ 2K കിഡ്സിനെ വളർത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയാണ്, പാരന്റ്സ് അല്ല. അവർ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും റോൾ മോഡൽ ആക്കിയിട്ടുള്ളതും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളതും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് അവരെ വളർത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയാണ്. പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർക്ക് മത്സരബുദ്ധി ഇഞ്ചക്ട് ചെയ്തത് നമ്മളാണ്. എപ്പോഴും നീ ജയിച്ചനെ നിൽക്കണം, അപ്പുറത്തുള്ളവനേക്കാളും മാർക്ക് വാങ്ങിക്കണം, ഇപ്പുറത്തുള്ളവനേക്കാളും മുമ്പിൽ കടക്കണം എപ്പോഴും എന്നുള്ള തരത്തിലുള്ള മത്സരബുദ്ധി നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേദന എന്താണെന്നറിയാതെ, ഇല്ലായ്മ എന്താണെന്നറിയാതെ, വല്ലായ്മ എന്താണെന്നറിയാതെ നമ്മൾ പട്ടിണി കിടന്നിട്ടായാലും അവർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്നൊക്കെ കുട്ടികൾ ഉൾക്കൊണ്ട് വളർന്നിട്ടുള്ളത് വേറെ കാര്യങ്ങളാണ്. അവർക്ക് അതുകൊണ്ട് ഒന്നിനും വിലയില്ല, ഒന്നിനും ഒരു നിലയില്ല, ഒരു മൂല്യങ്ങളും ഇല്ല, എമ്പതി ഇല്ല. ഒരു സാഡിസ്റ്റ് ആയിട്ടാണ് ഇന്നത്തെ മക്കൾ വളർന്നിട്ടുള്ളത്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അതിൽ അവർക്കൊരു ഹാപ്പിനെസ്, എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അതിൽ അവർക്ക് അഭിമാനബോധം വല്ലാണ്ട് അങ്ങോട്ട് കൂടും, എന്നിട്ട് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യും. ഇത്തരത്തിൽ നമ്മളെ മക്കളെ വളർത്തിയത് നമ്മൾ തന്നെയാണ്. നമ്മളും നമ്മുടെ സൗകര്യത്തിന് നമ്മൾ നൽകിയ ഫോണോ വേറെന്തെങ്കിലും സോഷ്യൽ മീഡിയ കാര്യങ്ങളും. അതുകൊണ്ട് മക്കളെ ഇനിയെങ്കിലും നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ആസ് എ പാരന്റ് എനിക്ക് ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഉറച്ച തീരുമാനങ്ങൾ ആസ് എ പാരന്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയെങ്കിലും നമ്മളെ പാരന്റിങ്ങിൽ കുറച്ചെങ്കിലും തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തിയിട്ടില്ലെങ്കിൽ നാളെ നമ്മളൊക്കെ നേരിടാൻ പോകുന്നത് ഇതിനപ്പുറം വലിയ 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 കാര്യങ്ങളായിരിക്കും. നമ്മളെ കൊണ്ട് കണ്ടും കേട്ടും നിൽക്കാൻ സാധിക്കാത്ത, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ ആവും നമ്മളെ മക്കളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ പാരൻസും ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക.